9-ാം തീയതി ഉച്ചയോട് കൂടിയിട്ടാണ് ഇത് പൊളിഞ്ഞാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൗൺസിലർമാരെയും പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സിറ്റ് ഔട്ടിന്റെ ഇത് കാണുന്നുണ്ടല്ലോ, ഇവിടെ ഇവിടെ പടവും സൺഷെയ്ഡും പാടെയാണ് പൊളിഞ്ഞാടിയിട്ടുള്ളത്. ഒരു വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ രണ്ടാം തവണയാണ് ഇപ്പോൾ പൊളിഞ്ഞ് ചാടിയിട്ടുള്ളത്. അപ്പോൾ MLA അധ്യക്ഷനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിതി കേന്ദ്രയാണ് ആ ബിൽഡിംഗ് പണി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിതിൽ പറയുന്നത്, ഇതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള നജീബ് കാന്തപുരം രാജിവെക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. താഴേക്കോട് മരുതൻപാറയിൽ കമ്മ്യൂണിറ്റി സെന്ററിനായി നിർമ്മാണം പുരോഗമിക്കുന്നതാണ് എന്റെ പുറകിലായി കാണുന്ന ഈ കെട്ടിടം. പട്ടികജാതി വികസന കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും ഏകദേശം 26 ലക്ഷത്തോളം രൂപ വകയിരുത്തി നജീബ് കാന്തപുരം MLA മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ഈ കെട്ടിടം പൊളിഞ്ഞു വീണ് 1 വർഷം തികയും മുൻപ് തന്നെ ഇപ്പോൾ കെട്ടിടത്തിന്റെ മുൻഭാഗം വീണ്ടും തകർന്നു വീണ ഒരവസ്ഥയിലാണ്. കെട്ടിടം ഒരു 2 തവണയോളം തകർന്നു വീഴുന്ന ഈ ഒരു സാഹചര്യത്തിൽ കെട്ടിടത്തിന്റെ സുരക്ഷയെ പറ്റി ആശങ്കയേറുകയാണ്. സിറ്റ് ഔട്ടിന്റെ സൺസൈഡും പടവുമാണ് ഇവിടെ പൊളിഞ്ഞു ചാടിയിട്ടുള്ളത്. പക്ഷെ അതിന്റെ ഭാഗങ്ങളൊന്നും ഇവിടെ കാണാനില്ല, അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ഇവിടെ കാണാനില്ല. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരനായ നമ്മുടെ ഭാഗ്യേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇവിടെ ഒരു അവശിഷ്ടങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ എന്താണ് സംഭവം? 9-ാം തീയതി ഉച്ചയോട് കൂടിയിട്ടാണ് ഇത് പൊളിഞ്ഞാടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കൗൺസിലർമാരെയും പഞ്ചായത്തിലൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സിറ്റ് ഔട്ടിന്റെ ഇത് കാണുന്നുണ്ടല്ലോ, ഇവിടെ പടവും സൺഷെയ്ഡും പാടെയാണ് പൊളിഞ്ഞാടിയിട്ടുള്ളത്. അത് വേറൊരു നടപടി എടുക്കാതെ എടുത്തു കൊണ്ടുപോവുക ചെയ്തിട്ടുള്ളത്. ഫുൾ അവശിഷ്ടം ഇവിടുന്ന് മാറ്റുക ചെയ്തിട്ടുള്ളത്. ഇത് നിർമ്മാണത്തിൽ നല്ല അപാകതകളുണ്ട്. അതേമാതിരി അതിനുള്ള എന്തെങ്കിലുമൊക്കെ പരിഹാരം കാണണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത് ഇങ്ങനെ പൊളിഞ്ഞു ചാടി നിറഞ്ഞ ഒരു നിമിഷം നിങ്ങള് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? വേണ്ടപ്പെട്ട അധികാരികളൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് വേണ്ട നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. കെട്ടിടം തകർന്നു വീണു എന്നറിഞ്ഞതല്ലാതെ അതിന്റെ അവശിഷ്ടങ്ങളൊന്നും അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതിന്റെ അവശിഷ്ടങ്ങൾ ഇവിടത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ അതിന്റെ തൊട്ടടുത്ത് തന്നെ, കെട്ടിടത്തിന്റെ തൊട്ടടുത്തായി ഒരു കുഴിയിൽ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ കൊണ്ട് ഇട്ട ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത്. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം KT ജിജീഷ് നമ്മോടൊപ്പം ചേരുന്നു. മരുതൻപാറയിലെ കമ്മ്യൂണിറ്റി സെന്റർ വീണ്ടും പൊളിഞ്ഞു ചാടിയതിനെ കുറിച്ച് ജിജീഷ് നമ്മളോട് വിശദീകരിക്കുകയാണ്. പട്ടികജാതി വികസന ഫണ്ടിൽ നിന്നും 26 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് MLA നിർദ്ദേശപ്രകാരമാണ് ഈ അരക്കുപറമ്പിലെ മരുതൻപാറയിൽ ഈ കമ്മ്യൂണിറ്റി സെന്റർ നിർമ്മാണം തുടങ്ങിയിട്ടുള്ളത്. അത് പറഞ്ഞ പോലെ ഒരു വർഷത്തിനിടയ്ക്ക് ഇപ്പോൾ രണ്ടാം തവണയാണ് ഇപ്പോൾ പൊളിഞ്ഞു ചാടിയിട്ടുള്ളത്. അപ്പോൾ MLA അധ്യക്ഷനായിട്ടുള്ള ഒരു മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വത്തിൽ നിർമ്മിതി കേന്ദ്രയാണ് ആ ബിൽഡിംഗ് പണി നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. ഇത് സാധാരണക്കാരായ ആളുകൾ എന്ത് വിശ്വസിച്ചാണ് ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചാൽ അതിനുള്ളിൽ കയറി നിൽക്കുക? അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെയും പിഞ്ചു കുട്ടികളുടെയും ജീവന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ആ നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നത് MLA ആണ്. ഇപ്പോൾ ഒരു ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് തട്ടിപ്പ് നടത്താനും അഴിവ് നടത്താനുള്ള ഒരു ലൈസൻസ് ആയിക്കൊണ്ടാണ് ഇപ്പോൾ MLA ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മൾ പാതിവില തട്ടിപ്പൊക്കെ. അതുപോലെ തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണം പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപ്സ്റ്റെയർ ഉണ്ടാക്കുമ്പോൾ ഒരു ലിൻഡൽ വാർപ്പുകൾ പൂർത്തീകരിക്കാതെയാണ് കഴിഞ്ഞ തവണ അതിൻ്റെ മുകളിലെ വാർപ്പടക്കം പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് തകർന്നു വീണു. വീണ്ടും വലിയ പ്രതിഷേധമുണ്ടായ സമയത്താണ് ഇപ്പോൾ ഈ പ്രവർത്തനം വീണ്ടും തുടങ്ങി ഇപ്പോൾ അത് രണ്ടാം തവണയും പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ MLAക്ക് ഈ അഴിമതിയുടെ പിന്നിൽ MLAക്ക് നല്ല പങ്കുണ്ട്. അതാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത്. കഴിഞ്ഞ തവണ
ഈ നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് പൊളിഞ്ഞ് തേടിയ സമയത്ത് വലിയ പ്രതിഷേധം ഉണ്ടായപ്പോൾ MLA പറഞ്ഞത് എനിക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. അത് പ്രാദേശികമായ ഭരണകൂടമാണ്, സർക്കാരാണ് അതിൻ്റെ ഉത്തരവാദികൾ എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആരുടെ തലയ്ക്ക് ഇട്ട് ഈ MLA പിന്മാറും എന്നുള്ളതാണ് ചോദിക്കാനുള്ളത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്, ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ്, ഇവിടുത്തെ MLA മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ്, ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രതിനിധികളാണ്, അതുപോലെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്നത് UDF സംവിധാനമാണ്. അപ്പോൾ ഇത് ആരുടെ തലയ്ക്ക് ഇട്ട് MLA പിന്മാറും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു ഇരട്ടത്താപ്പാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൊളിക്കാനുള്ള ഒരു ബിൽഡിങ് തകർന്നു വീണ അടിസ്ഥാനത്തിൽ MLA രാജിവെക്കണമെന്ന പറഞ്ഞ ആളാണ് ഇവിടുത്തെ MLA. ഞങ്ങൾക്കിതിൽ പറയുന്നത് ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ MLA ആയിട്ടുള്ള നജീബ് കാന്തപുരം രാജിവെക്കണമെന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത്. പ്രദേശത്തെ ഒട്ടേറെ SC കുടുംബങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി സെന്റർ തുടക്കത്തിൽ തന്നെ 2 തവണ ഇടിഞ്ഞു വീണത് അവരെ നിരാശരാക്കിയിരിക്കുകയാണ്. ജോലിക്കാരോ പ്രദേശവാസികളോ കെട്ടിടത്തിനകത്തോ കെട്ടിടത്തിന് സമീപത്തോ ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ അധികൃതർ ഗൗരവത്തിലെടുത്ത് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ചാനൽ 10 ന്യൂസിന് പറയാനുള്ളത്. അശ്വിനി മോഹൻദാസ്, ചാനൽ 10, പെരിന്തൽമണ്ണ. നമസ്കാരം. ഒരു കോപ്പുമില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാ. അവിടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയ എല്ലാവരും. കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്നും എന്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എന്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ ഇവരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാൻ എന്തിനിങ്ങനെ വാദവരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Learn smartphone and MacBook engineering from Brico and Brico, India's first and largest smartphone institute. 100% placement. Brico guarantee ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. Brico and Brico. പണി കൊടുത്ത 4 നൂറ്റാണ്ട്.